17ഓളം അവാർഡുകൾ. അതായത് ദാദാസാഹിബ് ബെസ്റ്റ് ഇന്ത്യൻ ഫിലിം എന്നുള്ള ആദ്യമൊക്കെ അവാർഡ് കിട്ടുമ്പോൾ നമുക്ക് ഭയങ്കര ഇതായിരുന്നു. ഞങ്ങള് ഈ പറയുന്ന പോലെ ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും ഒക്കെ ഇട്ടങ്ങ് തകർക്കുമായിരുന്നു. അവാർഡിന്റെ വില പണിപ്പ നിതീഷിന്റെ അച്ഛനായിട്ടൊക്കെ അഭിനയിച്ച പപ്പേട്ടൻ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ഉണ്ട്. പുള്ളി സിനിമ കഴിഞ്ഞിട്ട് ഇപ്പോഴും നിതീഷിന്റെ വീട്ടിൽ നിന്ന് പോയിട്ടില്ല. ഞാൻ വന്നിട്ട് ഡയറക്ടറുടെ ഇപ്പുറത്ത് ഒരു കസേര എടുത്തിട്ടിരുന്നു. ജിബി വന്നിട്ട് പറഞ്ഞു, ചേട്ടൻ ഏതാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ ഇതിനകത്ത് അച്ഛനായിട്ട് അഭിനയിക്കുന്ന ഒരു ഡയറക്ടർ ഇരിക്കുന്ന സ്ഥലം ഇവിടെ ഇരിക്കരുത്. എന്നെ എന്നിട്ട് പ്രൊഡക്ഷനിൽ കുറച്ച് അപ്പൊ അവിടെ ഒരു കസേര കൊണ്ട് തന്നിട്ട് അവിടെ ഇരുന്നു. മോളുടെ പേരെന്താ? ആ ക്യാരക്ടർ ഇല്ല. ജിവാലേട്ടനെ പോലെ ഒരാള് നമുക്ക് ഈ പാട്ട് ഞാൻ പാടിക്കൊള്ളാം എന്ന് അദ്ദേഹം പറയുമ്പോൾ അപ്പൊ ഈ പടത്തിന്റെ ഗൗരവം എന്താണെന്ന് മനസ്സിലാക്കാം. ഈ സിനിമ ഈ സമൂഹത്തില് ഇന്ന് പറയേണ്ട സിനിമയാണ്. ഒരു ബ്രഹ്മാണ്ഡ സിനിമയൊന്നുമല്ല, താരമൂല്യമുള്ള സിനിമയല്ല. പക്ഷേ ഈ സിനിമ നമ്മുടെ ഹൃദയത്തെ തട്ടും, ഹൃദയത്തെ നോവിക്കും. ഹായ് എവരിവൺ, ഇന്ന് നല്ല തണുപ്പുള്ളൊരു ദിവസമാണ്. കാരണം തണുപ്പ് എന്ന സിനിമയുടെ വിശേഷങ്ങളുമായി എന്നോടൊപ്പം ഉള്ളത് താരങ്ങളായ നിതീഷ്, ജിബിയ ആൻഡ് പ്രൊഡ്യൂസർ അനു അനന്തൻ. വെൽക്കം. താങ്ക് യു. ഈ സിനിമയുടെ പേര് ഭയങ്കര രസമുണ്ടായിരുന്നു, തണുപ്പ്. പക്ഷെ അതിനകത്ത് ഞാനിപ്പോൾ ഇതൊക്കെ നോക്കിയപ്പോഴാണ് ചുട്ടുപൊള്ളുന്നൊരു കഥയുടെ പേരാണ് തണുപ്പല്ലേ. അപ്പൊ നിതീഷ് ചേട്ടൻ നിന്ന് തന്നെ തുടങ്ങാം. എന്താണ് ആക്ച്വലി തണുപ്പ് എന്ന സിനിമ? നിങ്ങൾ പറഞ്ഞു തന്നെയാണ് ചുട്ടുപൊള്ളുന്ന കഥയുടെ പേരാണ് തണുപ്പ്. ഒരു നമുക്ക് ചുറ്റിലും കാണുന്ന പല ആളുകളിലും ചില ആളുകൾക്ക് ഉണ്ടാകുന്ന തണുപ്പുമായി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചാണ് തണുപ്പ് എന്ന് പറയുന്നത്. അവരുടെ അവസ്ഥ അതാണ്. കൂടുതൽ പറഞ്ഞിട്ട് എനിക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. ട്രെയിലർ കണ്ടപ്പോഴാണെങ്കിൽ ഒരു ത്രില്ലർ ആണോ അതോ റൊമാൻസ് ഉണ്ട്, ഒരു ആർട്ടിസ്റ്റിന്റെ ലൈഫ്, മിക്സഡ് ഇമോഷൻസ് ഒരുപാട് കണ്ടിരുന്നു. അപ്പൊ ഏതൊക്കെ ഇമോഷൻസ് ആയിരിക്കും ഈ ഒരു സിനിമയിലൂടെ വരാൻ പോകുന്നത്? ഒരു ഇതെല്ലാ ഇമോഷൻസും അതിൽ ഉണ്ടായിട്ടുണ്ട് അല്ലേ. റൊമാൻസ് ഉണ്ട് അതില്, പിന്നെ പ്രണയമുണ്ട്, പിന്നെ നിങ്ങൾ കണ്ട ട്രെയിലറിൽ കണ്ട ഒരുവിധ പരിപാടികളൊക്കെ ഉണ്ടാവില്ല. ജിബിയുടെ നിതീഷേട്ടന്റെ ഫസ്റ്റ് സിനിമയാണ് ഈ തണുപ്പ് എന്ന് പറഞ്ഞത്. അപ്പം ജിബി എങ്ങനെയാണ് ഈ ഒരു തണുപ്പിലേക്ക് എത്തിയത്, ഈ ഒരു ഫിലിമിലേക്ക്? ഞാൻ മോഡലിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് 2022 മിസ് കേരള ഫിറ്റ്നസ് ആൻഡ് ഫാഷൻ എന്ന് പറഞ്ഞൊരു ഇവന്റ് ചെയ്തു. അങ്ങനെയാണ് ശരിക്കും വരുന്നത്. തണുപ്പിലേക്ക് ഞാൻ എത്തുന്നത് സുധീഷ് മേനോൻ എന്ന് പറഞ്ഞൊരു കാസ്റ്റിംഗ് ഡയറക്ടറുടെ ആളാണ് എന്നെ തണുപ്പിലേക്ക് കാസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഞാൻ തണുപ്പിലെത്തുന്നത്. പ്രൊഡ്യൂസറിലേക്ക് വരാം. ഇപ്പൊ തണുപ്പ് എന്ന് പറഞ്ഞ സിനിമ പ്രേക്ഷകരിലേക്ക് വരാൻ പോവുകയാണ്. അപ്പം ആദ്യം ഈ ഒരു സിനിമ കഥ കേട്ട സമയത്ത് എങ്ങനെയാണ് പെട്ടെന്ന് ഈ ഒരു സിനിമ ചെയ്യാം എന്നൊരു തോട്ട് വന്നത്? ഈ കഥ കേട്ടപ്പം ഞാൻ ഓർത്ത് ഇതിനകത്ത് ഞാൻ അഭിനയിക്കുകയാണെന്ന് ഓർത്ത്. ശരിക്കും അങ്ങനെയാണ് ഞാൻ ചിന്തിച്ചത്. അപ്പം ഞാൻ അന്നേരം ഇത് ഞങ്ങൾ കഥ പറയുന്നത് ഞങ്ങളുടെ ഒരു സൗഹൃദ വലയമാണ് ഈ സിനിമ. രാകേഷ് നാരായണൻ, വിവേക് മുഴക്കുന്ന്, അങ്ങനെ നിതീഷ്, അതിലേക്ക് വന്നൊരു അതിഥിയാണ് അങ്ങനെ കഥ പറയുമ്പം എന്നോടൊരു കഥ പറയാം ഉണ്ട് എന്ന് പറഞ്ഞ് വിവേക് വിളിക്കുന്നു, ഒന്ന് കഥ പറയുന്നു. അപ്പം ഞാൻ ചോദിക്കുന്നു ഇതിനകത്ത് ഏത് വേഷം എൻ്റെ. അങ്ങനെയാണ് ഞാനിതിലേക്ക് എൻട്രി ആയത്. അന്നേരം അവർ രണ്ടുപേരും എന്നെ മാറ്റി നിർത്തി. നമ്മൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറയുന്ന പോലെ വളരെ മാന്യമായി രണ്ടുപേരോട് എന്നെ വിളിച്ച് മാറ്റി കൊണ്ടുപോയിട്ട് പറഞ്ഞു, അനുവേട്ടാ നിങ്ങളിത് പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ള അവസ്ഥയിലാണ് എന്നോട് പറഞ്ഞത്. അങ്ങനെയാണ് ഞാനിതിൻ്റെ പ്രൊഡ്യൂസറായത്. പക്ഷെ ഞാൻ ഹാപ്പി ആയിട്ടോ. ഇപ്പം ഹാപ്പി എന്ന് പറഞ്ഞാൽ ആദ്യം തണുപ്പ് എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. കഥ കേട്ടപ്പം എനിക്ക് പറ്റിയ റോള് പ്രൊഡ്യൂസർ തന്നെയാണ് എന്ന് എനിക്ക് തോന്നി. കാരണം എനിക്ക് ഒരുപാട് എൻ്റെ ലൈഫിലും ഇതിൽ 1-2 ഭാഗത്ത് ഒരു ടച്ചിങ് ഇൻസിഡൻറ്റ് ഉണ്ടായിരുന്നു. എൻ്റെ മാത്രമല്ല, കഥ പറഞ്ഞു തുടങ്ങിയപ്പം രാകേഷ് നാരായണൻ്റെയും കേട്ടിരുന്ന വിവേകിൻ്റെയും നിതീഷ് ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ കേട്ടപ്പോൾ എനിക്കിത് ഈ സമയത്ത് പറയേണ്ട ഒരു സ്റ്റോറിയാണെന്ന് തോന്നി. ഇതിപ്പോൾ ഒരു ഫ്രണ്ട്ഷിപ്പ് സ്റ്റോറിയാണെന്ന് പറഞ്ഞു. ഇവരൊക്കെ നേരത്തെ അറിയാമായിരുന്നു. അപ്പോൾ ജിബി ആണ് ഇതിലേക്ക് പുതുതായിട്ട് വരുന്നത്. അപ്പോൾ എങ്ങനെയായിരുന്നു ഫസ്റ്റ് ഡേ ഷൂട്ടിൻ്റെ സമയത്തൊക്കെ ഫസ്റ്റ് വരുന്നു? എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അതായത് ഈ പറഞ്ഞാൽ ഇവർക്കൊക്കെ നേരത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാവുന്നതാണ്. ഞാനാണ് ഇതിലേക്ക് പുതുതായിട്ട് വരുന്നത്. അപ്പോൾ അതിൻ്റെ ആദ്യം വന്നതിൻ്റെ ഒരു ടെൻഷൻ എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഒന്ന് ഷൂട്ട് സ്റ്റാർട്ട് ചെയ്തൊരു 1 വീക്കിനുള്ളിൽ തന്നെ നമ്മളൊരു ഫാമിലി പോലെയായി. എന്താ പറയുക, ഒരു ട്രിപ്പ് പോയ മൂടായിരുന്നു ഷൂട്ട് ചെയ്യാൻ പോയപ്പോൾ. ജസ്റ്റ് ക്യാമറയുടെ ഫ്രണ്ടിൽ നിന്ന് അഭിനയിക്കുമ്പോൾ മാത്രം നമ്മൾ ആ ക്യാരക്ടറായിട്ട് നിൽക്കുക. അത് കഴിഞ്ഞ് കട്ട് പറഞ്ഞാൽ പിന്നെ നമ്മളെല്ലാം ഭയങ്കര
അടിച്ചു പൊളിച്ച് എൻജോയ് ചെയ്ത് അങ്ങനെ എൻജോയ് തന്നെയാണ് ചെയ്തു. shoot ആദ്യത്തെ ഷോട്ട് ഏതാന്ന് ഓർമ്മയുണ്ടോ? പിന്നെ എങ്ങനെ അതേതായിരുന്നു? എനിക്ക് മറക്കാൻ പറ്റുമോ? ആദ്യത്തെ ഷോട്ട് ഞാൻ ഒന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ഷോട്ടാണ്. ജസ്റ്റ് ഒരു ദൈവത്തിന് മുന്നിൽ തിരി കത്തിച്ചിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു ഷോട്ടായിരുന്നു. അറിയാലോ ആ സമയത്ത് ഫസ്റ്റ് ഷോട്ടാണ്. അപ്പം ദൈവമേ ഇതാണ് പ്രാർത്ഥിച്ചത്. സിനിമ അടിപൊളിയായിട്ട് എല്ലാം ഫിനിഷ് ആവണേ എന്ന് മാത്രമേ പ്രാർത്ഥിച്ചത്. അതുപോലെ തന്നെ അതിൽ കുറെ സീൻസ് ഉണ്ട്, ഒരു കുളത്തിലുള്ള സീൻ, അങ്ങനെ കുറെ സീനുകളൊക്കെ ഉണ്ടായിരുന്നു. അതെ, അതിനകത്തൊക്കെ ഇച്ചിരി കുറച്ച് അഡ്വഞ്ചറസ് അതെ റിസ്കി ആയിട്ടുള്ള കുറെ ഷോട്ടുകളായിരുന്നു. ഒന്നാമത് എനിക്ക് നീന്താൻ അറിയുന്നുണ്ടായിരുന്നില്ല. എല്ലാം ഭയങ്കര പാടായിരുന്നു. സംവിധാനം ശരിക്കും പെട്ടുപോയി. ഇടയ്ക്കൊക്കെ പുള്ളിക്ക് തോന്നിയോന്ന് എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. മാറ്റി ചിന്തിച്ചാലോ എന്നുള്ള സാധനം. അല്ല, അത് എന്താ വെച്ചാൽ പലപ്പോഴും നിതീഷ് സെറ്റ് ഇട്ട് ഷൂട്ട് ചെയ്യാം എന്നുള്ളൊരു സജഷൻ. കാരണം അസോസിയേറ്റ് ആയതുകൊണ്ട്, ഞാൻ സീരിയസ് ആയിട്ടാണ്, അസോസിയേറ്റ് ആയതുകൊണ്ടാകാം ഒരു പക്ഷേ നമുക്ക് സെറ്റ് ഇടാം എന്നുള്ളൊരു. പക്ഷെ അവിടെ ഡയറക്ടർ സെറ്റ് വേണ്ട, നമ്മൾ കാരണം ചെയ്യുന്നത് നാച്ചുറൽ ആയിരിക്കണം. നമ്മൾ ലൊക്കേഷൻ ഒരിക്കലും നമുക്ക് സെറ്റ് വേണ്ട. അതെനിക്ക് അങ്ങേറ്റം, കാരണം അതിന്റെ ഒരുപാട് റിസ്ക് ഇവർ രണ്ടും അനുഭവിച്ചു കേട്ടോ, അത് പറയാതിരിക്കാൻ പറ്റില്ല. കാടായിരുന്നു, കുറച്ച് ഭയങ്കര കാടുകളും പിന്നെ കുറച്ച് കാടുകൾ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ആദ്യം ലൊക്കേഷൻ കാണുമ്പോൾ അത്ര വെള്ളം ഉണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു. പിന്നെ കുറച്ച് വെള്ളം കൂടുതലായിരുന്നു. പക്ഷെ അതിന്റെ ഒരു നാച്ചുറൽ ഭംഗി ഇടയ്ക്കിടയ്ക്ക് ദിവ്യ എനിക്ക് നീന്താൻ അറിയാം. എനിക്ക് നീന്താൻ അറിയാം, അതുകൊണ്ട് രക്ഷപ്പെട്ടു. ഏതൊക്കെ ലൊക്കേഷൻസ് ഉണ്ടായിരുന്നു? കാരണം നമ്മള് കുറെ ലൊക്കേഷൻസ് കണ്ടു. അപ്പൊ ട്രെയിലറിലാണെങ്കിലും മാറി മാറിയുള്ള ലൊക്കേഷൻസ് എനിക്കും ഫീൽ ചെയ്തു. അപ്പൊ ഏതൊക്കെ ലൊക്കേഷനിലായിരുന്നു? നമുക്ക് ചെന്നൈ ഉണ്ടായിരുന്നു, പിന്നെ കൂർഗ്, എറണാകുളം, വയനാട്, ഇരിട്ടി, 3 സ്റ്റേറ്റുകൾ ഉണ്ടായിരുന്നു അല്ലേ? 3 സ്റ്റേറ്റുകൾ. കർണാടക, ചെന്നൈ, കേരള, 3 ഉണ്ടായിരുന്നു. മുഴക്കുന്നുണ്ടായിരുന്നു, അത് വിട്ടുപോയി. ഇരിട്ടി, മുഴക്കുന്ന്. ഇപ്പൊ നിതീഷ് ചേട്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ അസോസിയേറ്റ് ഡയറക്ടറിൽ നിന്നാണ് ആക്ടർ എന്ന റോളിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പം എങ്ങനെയുണ്ട് ഇത് രണ്ടും കൂടെ ഒന്ന് ഇതാകുമ്പോഴത്തേക്കിനും? എങ്ങനെയുണ്ട് അഭിനയിക്കുന്നത്? എങ്ങനെയുണ്ട് അഭിനയിക്കുന്നത്? ബേസിക്കലി നമ്മള് ആദ്യം അഭിനയിക്കാൻ തന്നെയാണ് സിനിമയിൽ വന്നത്. പിന്നെ സാഹചര്യങ്ങളുടെ നമ്മള് അസിസ്റ്റന്റ് ഡയറക്ടറായി പോയി, പിന്നെ അസോസിയേറ്റ് ആയി പോയി. പിന്നെ മുന്നോട്ട് പോകണമെങ്കിൽ നമുക്ക് ചാൻസ് വെച്ച് നടന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകത്തില്ല. അങ്ങനെ പോകുന്നതിന്റെ ഇടയിലാണ് വീണ്ടും അഭിനയിക്കാൻ വേണ്ടി സംഭവിക്കുന്നത്. ഞങ്ങളൊരു ഷോർട്ട് ഫിലിം ഉണ്ടായിരുന്നു, രാകേഷ് ചേട്ടൻ നമ്മൾ നാട്ടിലുള്ള സമയത്ത് ഒരു ഷോർട്ട് ഫിലിം ഉണ്ടായിരുന്നു, പ്രണയം മീൻകറി എന്നുണ്ട്. പ്രണയം മീൻകറിയും കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഇങ്ങനെ ഒരു കണ്ടന്റ് ആലോചിക്കുന്നു. രാകേഷ് ചേട്ടൻ ഇങ്ങനെ കണ്ടന്റ് പറയുന്നു. കണ്ടന്റ് പറഞ്ഞിട്ട് പുള്ളി തന്നെ പറയുന്നു, ഇതിൽ നീയാണ് അഭിനയിക്കുന്നതെന്ന് പറയുന്നു. അപ്പോൾ ഞങ്ങളെ വിശ്വസിച്ചിട്ട് അനുവാട്ടം വരുന്നു. അങ്ങനെ സംഭവിച്ചു പോയൊരു സാധനമാണ്. ഞാൻ പോയതല്ലോ, ഇവർക്ക് സംഭവിക്കേണ്ടതായിരുന്നു. ഞാന് ഒരിക്കലും ഞാൻ ഒരു നിർമ്മാതാവ് എന്നൊരു ലേബലല്ല. കാരണം ഞാൻ അങ്ങനെ എന്നെ കാണുന്നുമില്ല. കാരണം എൻ്റെ സുഹൃത്തുക്കളാണ് രാകേഷ് നാരായണനും വിവേകും നിതീഷും ഒക്കെ. അപ്പം എന്നെ കൊണ്ട് ചെയ്യാൻ കഴിഞ്ഞത്, അത് സംഭവിക്കേണ്ടതായിരുന്നു. ഈ സിനിമ സംഭവിച്ചു പോയതല്ല, 100%. അതിലുപരി ഞാൻ നായകനാണെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല. പണ്ടും നായകനാകണം എന്ന് ആഗ്രഹിച്ചു. സിനിമയിൽ നമ്മൾ വിചാരിക്കില്ല, ഒന്ന് സിനിമയിൽ കാണണം, നമ്മളെ നാട്ടുകാർ സുഹൃത്തുക്കളൊക്കെ ഒന്ന് പറയണം എന്നുള്ളൊരു സാധനം ഉണ്ടായിരുന്നു. അഭിനയിച്ചു എന്ന് പറയില്ലേ, അതായിരുന്നു ആദ്യത്തെ ആഗ്രഹം. പിന്നെ ഒരിക്കലും അഭിനയിച്ച ആള് നമ്മള് ഇല്ലേ ഒന്നിങ്ങനെ പാസിംഗ് നടന്ന് ഉണ്ടായിരുന്നു. ഞാൻ വർക്ക് ചെയ്ത പടങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. കുട്ടമ്പള്ളിയുടെ ശിവരാത്രി ഉണ്ടായിരുന്നു. ആദ്യത്തെ പടം പറയൂ. വിശ്വാസം അതല്ല എന്ന് പറഞ്ഞ പടമായിരുന്നു. ഇന്നത്തെ പത്രത്തിലെ മാതൃഭൂമിയിൽ ഒരു വലിയ ന്യൂസ് ഉണ്ട്. ആ പത്രത്തില് ഒളിമ്പ്യൻ അന്തോണി യാദം, ഇതിനകത്തൊരു മെയിൻ ക്യാരക്ടർ ഉണ്ട്, അരുൺ. ആ അരുൺ നായകനായി വന്ന ആ സിനിമയില് അരുണിന്റെ ഫ്രണ്ടായിട്ട് നിതീഷ് ആയിരുന്നു. എന്ന് പറയാൻ പറ്റില്ല. കാരണം വെച്ചാല് ഞങ്ങളൊരു 300 കൂടുതൽ കുട്ടികളുണ്ടായിരുന്നു. ചെറിയ കുട്ടികളും വലിയ പ്രായത്തിൽ കുറച്ച് ആളുകളൊക്കെ ഉണ്ടായിരുന്നു. ഞാനൊക്കെ എന്നിട്ട് 4ാം ക്ലാസ്സിൽ അങ്ങനെ എത്രയാണ് പഠിക്കുന്നത്. അപ്പോൾ എൻ്റെ നേരെ മുന്നിലത്തെ റൂമാണ് അരുൺ. അതിൽ ഒളിമ്പ്യൻ എന്നുള്ളിൽ ഒരു പ്രധാന കഥാപാത്രം അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ രണ്ടും പെട്ടെന്ന് കൂട്ടായി ഒരുമിച്ച് കിടന്നുറങ്ങുക. അവൻ മുടി ഇങ്ങനെയൊക്കെ വെട്ടിയ പോലെ ഞാൻ മുടി വെട്ടി അങ്ങനെയൊക്കെ പറയില്ലേ, നമ്മൾ ആളുകൾ കാണുമ്പോൾ ട്രോൾ ചെയ്യായിരിക്കും. പക്ഷെ ശരിക്കും അങ്ങനെയുള്ളൊരു ഇതായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് ഓട്ടോഗ്രാഫ് വാങ്ങിച്ചിട്ട്, നമുക്ക് അന്ന് ഓട്ടോഗ്രാഫ് ആണല്ലോ, ഫസ്റ്റ് പേജിൽ അരുൺ എഴുതിയിട്ട് 2ാമത്തെ പേജിൽ ലാൽ സാർ എഴുതി. അരുണിന്റെ തോന്നുന്ന കാര്യങ്ങൾ 2ാമത്തെ പേജിൽ ലാൽ സാർ. ഈ സിനിമയിൽ വന്നു കഴിഞ്ഞപ്പോഴാണ് പറയുന്നത്? ഞാൻ അസോസിയേറ്റ് ചെയ്യാൻ പോയ ഒരു പടത്തിൽ വെച്ചിട്ട്, ആ പടത്തിൽ നായകനായിട്ട് വർക്ക് ചെയ്യുന്നത് അരുണായിരുന്നു. അപ്പോ ഞാനിങ്ങനെ ഈ ചങ്ങായിക്ക് എന്നെ മനസ്സിലാവുക, 10-22 വർഷം മുന്നേ ഉള്ള കാര്യങ്ങളല്ലേ എന്നൊക്കെ വിചാരിച്ച് നിൽക്കായിരുന്നു.
ഞാൻ അതിൻ്റെ സംവിധായകൻ്റെ അടുത്ത് പറഞ്ഞു. പുള്ളിക്കാരൻ പോയിട്ട് അരുണിൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു, നിതീഷ് എന്നാണ് പേര്, ഒളിമ്പിൻ അന്നോണിയിൽ ഉണ്ടായിരുന്നു പുള്ളി. അരുണ് നേരെ വന്ന് കെട്ടിപ്പിടിച്ചു. കാരണം ഞാൻ അവിടുത്തെ അസോസിയേറ്റ് ആണ്, വെറുപ്പിക്കണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കാം എന്നാണ് ഞാൻ ചിന്തിച്ചത്. അവൻ പറഞ്ഞു എനിക്ക് ഓർമ്മയുണ്ട് കളിയാ, നിന്റെ ഫോട്ടോ ഇപ്പോഴും എൻ്റെ വീട്ടിലെ ആൽബത്തിലുണ്ട് എന്നൊക്കെ പറഞ്ഞു. കാരണം ഇതൊക്കെ കുറെ കേട്ടിട്ടുണ്ട് എന്നൊക്കെ ലെവലിൽ ഇങ്ങനെ. ഇതൊക്കെ കഴിഞ്ഞ് അരുണ് വീട്ടിലെത്തി ഫസ്റ്റ് തന്നെ ഈ ഫോട്ടോ എടുത്ത് അയച്ചിരുന്നത്. അപ്പോഴാണ് എനിക്ക് വിശ്വാസമായത്. ഞാൻ തന്നെയാണ് എനിക്ക് വിശ്വാസമായത് ഞാൻ തന്നെയാണ്. ഈ സിനിമയിലപ്പോ കോമ്പിനേഷൻ ഒക്കെ ഉണ്ടായിരുന്നല്ലോ അരുൺ ചേട്ടനുമായിട്ട്. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു? അതിന്റെ ഇടയിൽ ഞങ്ങൾ വേറെ പടങ്ങളൊക്കെ വർക്ക് ചെയ്തുകൊണ്ട് 22 വർഷത്തിന് ശേഷം കണ്ടതിന് ശേഷം ഞങ്ങൾ നല്ല സൗഹൃദത്തിലാണ്. ഈ ഒരു 3 വർഷമായിട്ട് ഭയങ്കര സൗഹൃദത്തിലാണ്. അവൻ വർക്ക് ചെയ്ത വേറെ പടത്തിലും ഞാൻ അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നല്ല സൗഹൃദത്തിലാണ്. അങ്ങനെ ഒരു ഈ സിനിമ എന്നല്ല, അതെ ആ സൗഹൃദം തന്നെയാണ് അരുൺ ഇതിലേക്ക് വന്നത് വരാനുള്ള റീസൺ ഉണ്ട്. അപ്പം ജിബിയിലേക്ക് വരികയാണ്. അപ്പം മോഡലായിരുന്നു, അതിനുശേഷം ഇപ്പം ആക്ടർ എന്ന ലെവലിലേക്ക് വന്നിരിക്കുന്നു. അപ്പം എങ്ങനെയുണ്ട് രണ്ടും, മോഡലിംഗ് ആൻഡ് ആക്ടിങ് രണ്ടും കൂടി നോക്കുമ്പം? ശരിക്കും ആക്ടിങ് ഞാൻ ഒരിക്കലും ചെയ്യും അല്ലെങ്കിൽ ഈ ഒരു ഇൻഡസ്ട്രി ഇങ്ങോട്ട് വരുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ച് വന്ന ഒരാളല്ല. അതെനിക്ക് ഭയങ്കര സർപ്രൈസ് ആയിട്ട് വന്നൊരു മൂവിയാണ് തണുപ്പ്. അപ്പം രണ്ടും ഡിഫറെൻ്റ് ആണ്. പക്ഷെ എനിക്ക് കുറച്ചുകൂടെ ചെയ്യാൻ ഇഷ്ടം മോഡലിംഗ് തന്നെയായിരുന്നു. നല്ല കോസ്റ്റ്യൂമുകൾ അങ്ങനത്തെ ഇതിൻ്റെയൊക്കെ ചെയ്യാനായിരുന്നു എനിക്കിഷ്ടം. പക്ഷെ ആക്ടിങ് ഇപ്പം ചെയ്തപ്പോഴാണ് നമുക്ക് ഓക്കെ ഇതിൽ കുറച്ചുകൂടെ എന്തെങ്കിലും ചാൻസസ് ഉണ്ട്. ഇതിലാണെങ്കിലും എനിക്ക് തോന്നുന്നു, അതായത് ട്രഡീഷണൽ റോൾ ചെയ്തിട്ടുണ്ട്, മോഡേൺ ആയിട്ട് അങ്ങനെ എനിക്ക് തോന്നുന്നു ക്യാരക്ടറിലാണെങ്കിലും അങ്ങനൊരു ഷിഫ്റ്റ് ഉണ്ടായിരുന്നു. അപ്പൊ അതെങ്ങനെ ഉണ്ടായിരുന്നു അഭിനയിക്കാൻ? അത് എനിക്ക് വലിയ പാടായിട്ട് തോന്നിയിട്ടില്ല. കാരണം ഞാൻ അങ്ങനെ ഭയങ്കര ഹൈ ഇതിന്ന് വന്ന ഒരാളല്ല, ഞാൻ പതുക്കെ താഴേന്ന് വന്ന ഒരാളാണ്. അപ്പം എനിക്കത് സ്വിച്ച് ചെയ്യാനൊന്നും വലിയ ബുദ്ധിമുട്ടുണ്ടായില്ല. പിന്നെ ആ ക്യാരക്ടറിന് അത് ആവശ്യമാണ്, അതങ്ങനെ ചെയ്താലാണ് അതിൻ്റെ ഭംഗി ഉണ്ടാവുക. അപ്പം അത് ഈ സിനിമയിലെ ചോദിക്കുകയാണെങ്കിൽ ഏറ്റവും മെമ്മറബിൾ ആയിട്ടൊരു മെമ്മറി എന്ന് പറഞ്ഞ ലൊക്കേഷൻ ഫണ്ണോ ചോദിക്കുകയാണെങ്കിൽ എന്തായിരിക്കും? രാകേഷ് ചേട്ടൻ്റെ അമ്മ ഉണ്ടാക്കിയ ഉണ്ണിയപ്പം, ഞങ്ങളുടെ ഡയറക്ടറുടെ അമ്മ ഉണ്ടാക്കിയ ഉണ്ണിയപ്പമാണ് ഈ ലൊക്കേഷനിലെ ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ള കാര്യം. അല്ലെന്ന് അവർ രണ്ടുപേരും പറയട്ടെ. അല്ലല്ല അങ്ങനെ അത് ശരിയാണ്. ഞാൻ പറഞ്ഞില്ല, നമ്മളൊരു ഫാമിലി പോലെ ചെയ്തൊരു പടമാണ്. അതിന്റെ ഒരു നന്മയും സ്നേഹമൊക്കെ നിങ്ങൾക്ക് തണുപ്പ് കാണുമ്പോൾ മനസ്സിലാവും. ഈ കഥയിൽ അതൊക്കെ ഉണ്ട്. ഈ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അത്രയും അറ്റാച്ച്മെന്റ് ഉള്ള ആൾക്കാരാണ്. ശരിക്കും ഷൂട്ട് കഴിഞ്ഞ് നമ്മൾ പാക്കപ്പ് പറഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര സങ്കടമായിരുന്നു എല്ലാവർക്കും. ഭയങ്കര ഒരു ഇപ്പോഴും എല്ലാവരുമായിട്ട് ആ ഒരു ടച്ച് ഉണ്ട്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കോണ്ടാക്ട് ഉണ്ട്. ഈ പറഞ്ഞ പോലെ നമ്മൾ ഷൂട്ട് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാൻ, രാകേഷ് ചേട്ടൻ്റെ വീട് അവിടെയാണ്, ഇരിട്ടിയിലാണ്, തൊട്ടടുത്താണ്. അപ്പോൾ അമ്മ ഇതുപോലെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊണ്ടുതരും. അപ്പൊ ഈ ഉണ്ണിയപ്പം കഴിക്കാൻ അപ്പൊ എന്നാലും തണുപ്പ്, ഞാനിപ്പോ തണുപ്പ് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാൻ പോവാണ്. തണുപ്പ് എന്ന് പറയുമ്പം ആദ്യമായിട്ട് മനസ്സിലേക്ക് വരുന്ന ഒരു മാസം ഏതാണ് നിതീഷ് ചേട്ടാ? മാസം? ഡിസംബർ. മകരമാസം. മകരമാസം. മലയാളം മാത്രം. മകരമാസം. ഓക്കെ. ഈ തണുപ്പ് എന്ന് പറയുമ്പം മനസ്സിലേക്ക് വരുന്നൊരു സോങ് ഏതായിരിക്കും? തണുപ്പ്. ഞാൻ എന്റെ സോങ് മാമ്പൂ മണം ഇതാ. അതെ, എന്റെ പാട്ട് അവിടെ GBS സ്കോർ ചെയ്തു, ഞങ്ങളുടെ പാട്ട്. തണുപ്പ് എന്ന് പറയുമ്പോൾ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടൊരു പ്ലേസ്? എന്റെ നാട് തന്നെയായിരിക്കും ഇരിട്ടി. ഇരിട്ടിയിൽ ഭയങ്കര തണുപ്പുള്ള സമയം ഉണ്ടാവില്ല. ഡിസംബർ മാസങ്ങളിലൊക്കെ നമ്മളത് കുറച്ച് അവിടുന്ന് ശബരിമലക്കൊക്കെ പോകുന്ന സമയങ്ങളായിരുന്നു. മലക്കൊക്കെ ആ സമയം നമുക്കത് ഭയങ്കര ഓർമ്മയുള്ള സ്ഥലങ്ങളാണ്. ഏതായിരിക്കും? എനിക്ക് മൂന്നാർ സൈഡൊക്കെയാണ്. എന്നെ സംബന്ധിച്ച് ചെന്നൈ. ഷൂട്ട് ചെയ്യാൻ ഇച്ചിരി റിസ്ക് അവിടെ ആയിരുന്നു. പടം ചെയ്ത നിലയിൽ ഏറ്റവും റിസ്ക് എടുത്ത് നമ്മൾ ഷൂട്ട് ചെയ്ത കുറച്ച് പോർഷൻസ് ചെന്നൈയിലുണ്ടായിരുന്നു. കാരണം ഒരു 7 ദിവസം കൊണ്ട് ഷൂട്ട് ചെയ്തല്ലേ? 7 ദിവസം ഷൂട്ട് ചെയ്തപ്പോൾ ചെന്നൈയിലൊക്കെ കുറെ റെസ്ട്രിക്ഷൻസ് ഉണ്ടല്ലോ നമുക്ക് ഷൂട്ട് ചെയ്യുന്നതിനൊക്കെ. അപ്പം അതിനെല്ലാം ഓവർകം ചെയ്ത് മുന്നോട്ട്. പക്ഷെ അതിനകത്തൊക്കെ ഞാൻ ഹാപ്പിയാണ്. രാകേഷ് നാരായണൻ എന്ന് പറയുന്ന ഡയറക്ടറുടെ ഒരു ഡെഡിക്കസി, പിന്നെ ഇവരുടെ അതിൽ ഓവർകം ചെയ്തു പറഞ്ഞാൽ ഇപ്പം അനുവോടം പറഞ്ഞല്ലോ, ഇപ്പം നമ്മൾ ചെന്നൈയിലൊക്കെ ഷൂട്ട് ചെയ്യുന്നത് അത് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ടീം ഗംഭീരമായിരുന്നു. എല്ലാം നമ്മുടെ സുഹൃത്തുക്കളായതുകൊണ്ട് ഇവരൊക്കെ നമ്മുടെ അനിയൻ ചേട്ടൻ എന്നൊക്കെയുള്ള സാധനമായിരുന്നു നമ്മുടെ ടീമിൽ ഉണ്ടായിരുന്ന എല്ലാ ആളുകളും. രാകേഷ് ചേട്ടനെയും എന്നെയും അറിയുന്ന കുറേ വർഷങ്ങളായിട്ട് അറിയുന്ന സുഹൃത്തുക്കളാണ് ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്തത്. എഡിറ്റർ ആയിക്കോട്ടെ, ഇത് ഒരുപാട് സഹായിച്ചു കേട്ടോ. എല്ലാവരും കൂടി അവര് ഞങ്ങള് ചില സ്ഥലങ്ങളിൽ ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി. ഈ സിനിമയുമായി ബന്ധപ്പെട്ട് ഒരു കണക്ക് പറയേണ്ടതായിട്ടോ അല്ലെ കണക്ക് അവതരിപ്പിക്കേണ്ടതായിട്ടോ
അങ്ങനെയുള്ള യാതൊരു വിഷയങ്ങളും. ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു സിനിമ സൗണ്ട് ഭയങ്കരമായിട്ട് നമുക്ക് ഈ സിനിമ തന്നെയാണ് തണുപ്പ് എന്ന് പറയുന്നത്. തീർച്ചയായും ഇതിന്റെ ബാക്കിൽ വർക്ക് ചെയ്ത എല്ലാരും ഇതിന്റെ സക്സസ് കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു നാട്, ഒരു ജില്ല എന്ന് പറയും കണ്ണൂരല്ല, പിന്നെ ഒരു നാട് ആഗ്രഹിക്കുന്ന സിനിമ ഏത്? കാരണം ആ കണ്ണൂർ നമുക്കൊരിക്കലും നമ്മുടെ ലൊക്കേഷനിലെ മുഴക്കുന്ന ഇരിട്ടി ആ ഭാഗങ്ങളൊന്നും നമുക്ക് അവിടുത്തെ ജനങ്ങൾ ഇതിൻ്റെ സക്സസ് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. അവർ നമ്മളെക്കാൾ ക്യൂരിയോസിറ്റിയോട്ടായിട്ടാണ്. നമ്മളിപ്പോൾ എന്നെ വിളിക്കുന്നു, രാകേഷ് ചേട്ടനെ വിളിക്കുന്നു, നിതീഷിനെ വിളിക്കുന്നു, എന്നാ റിലീസ്, ഏതൊക്കെ തിയേറ്ററിലുണ്ട് പടം, ഞങ്ങൾ പോവും കേട്ടോ. എൻ്റെ മൊബൈലിൽ ഒരു വോയിസ് കിടപ്പുണ്ട്, ഏട്ടാ ഞങ്ങൾ ഇവിടുത്തെ വിനായക ചതുർത്ഥിയുടെ അതിന് ഞങ്ങൾ 300 പേരടങ്ങുന്ന കമ്മിറ്റിയാണ്, ഞങ്ങൾക്ക് 300 പേർക്കും പോയി പടം കാണും, അത് നിങ്ങൾക്ക് ഞങ്ങൾ തരുന്ന വാക്കാണ്. ഇതൊക്കെ കേൾക്കുമ്പോഴേ, കാരണം അവരൊക്കെ നമ്മളോട് ശരിക്കും അറ്റാച്ച്ഡായി. അവിടെ ഈ പടത്തിൽ അഭിനയിച്ചത് പോലും റിയൽ ലൈഫുകളാണ്. അവിടുത്തെ ഒരുപാട് ആൾക്കാർ അതിനകത്ത് അഭിനയിച്ചിട്ടുള്ളവരൊക്കെ റിയൽ ലൈഫാണ്. ഇപ്പം നിതീഷിൻ്റെ അച്ഛനായിട്ടൊക്കെ അഭിനയിച്ച പപ്പേട്ടൻ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറുണ്ട്. അപ്പം അദ്ദേഹം ഇച്ചിരി ഏജ്ഡായിട്ടുള്ള ഒരാളാണ്. പുള്ളി സിനിമ കഴിഞ്ഞിട്ട് ഇപ്പോഴും നിതീഷിന്റെ വീട്ടിൽ നിന്ന് പോയിട്ടില്ല. അതെ, ഹാങ്ങിലാണ്. പുള്ളിയുടെ ഫസ്റ്റ് മൂവിയാണ്, ആളുടെ ഫസ്റ്റ് മൂവിയാണ്. പുള്ളിയോട് അതല്ല എപ്പോഴാ റിലീസ് ആകുക എന്നുള്ളതല്ല. അപ്പം പുള്ളിയോടെ ഞങ്ങൾ ചെല്ലുമ്പോൾ ഒരു കാഴ്ച എവിടെ, അടി നിന്റെ മോൻ വന്നിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ ചോദിച്ചാൽ പപ്പേട്ടൻ ഇവിടെ, എന്റെ അനുവേട്ടാ നല്ലതള്ള അനുവേട്ടൻ ആകെ ഒരു ദിവസമാണ് ഇരിട്ടിയിൽ വന്നത്. ഇരിട്ടിയിൽ വന്ന ഷൂട്ടിന്റെ അന്നാ വന്നത്. പുള്ളിനെ കൊണ്ട് നമുക്ക് ഷൂട്ട് ചെയ്യുമ്പോൾ ഒരു ബുദ്ധിമുട്ടില്ലാത്തൊരു മനുഷ്യനായിരുന്നു. കാരണം ആകെയുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പുള്ളിനോട് ചേട്ടാ ഇന്ന് ഫുഡിന് പ്രൊഡക്ഷന് പൈസ കൊടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയും 11:30 ആകട്ടെ എന്ന് പറയും. പുള്ളി കുറച്ച് വിശ്വാസത്തിലില്ല. മറ്റേ കബഡിയൊക്കെ നേരത്തിയിട്ട് നോക്കി 11:30 ആയി കഴിഞ്ഞ് ഒരു സെക്കൻഡ് ഒക്കെ കഴിയുമ്പോഴാണ് പൈസ വീഴുന്നത്. അപ്പൊ അതിന് മുന്നേയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇതായിരുന്നു. അങ്ങനെ ഒരു ദിവസം വന്നു, ഒരു ദിവസം പുള്ളി അഭിനയിക്കുന്ന ഒരു സീൻ ഉണ്ടായിരുന്നു, അതിന് വന്നു. അന്നേരം ഞങ്ങള് പറഞ്ഞ കാര്യങ്ങള് ഇത്രയും ഗംഭീരമായിട്ട് കഥ പറഞ്ഞൊരു മനുഷ്യൻ കണ്ടിട്ടില്ല. അതെ, ഞാൻ അഭിനയിച്ച ഒരു ദിവസം ഞാൻ അവിടെ ചെന്നു. എനിക്ക് എൻ്റെ ബേസിക്കലി ഞാൻ എൻ്റെ പ്രവർത്തന മേഖല എന്ന് പറഞ്ഞാൽ ക്ഷേത്ര ദേവാലയ നിർമ്മാണവും വിഗ്രഹങ്ങളും കൊടിമരങ്ങളും ഒക്കെ നിർമ്മിക്കുന്നതാണ് എൻ്റെ. അപ്പൊ എനിക്ക് കണ്ണൂർ ഒരു അമ്പലത്തിൽ വർക്കുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അതിന്റെ ആവശ്യം, അവിടെ ഒരു വർക്കിന്റെ ആവശ്യമായിട്ട് ഞാൻ പോകും. അപ്പൊ ഞാൻ ലൊക്കേഷൻ ഞാൻ രാകേഷ് ചേട്ടനോടും വിവേകിനോടും നിതീഷിനോടും ആദ്യമേ പറഞ്ഞു, ഇതിന്റെ ഞങ്ങളുടെ ഡിസൈൻ ചെയ്യുന്നത് ഷാനുവാണ്. ഷാനുവിനോട് പറഞ്ഞു, ഷാനു നിങ്ങൾ എന്താ ആവശ്യം ഉണ്ടെങ്കിൽ എന്നെ വിളിക്കുക, ഞാൻ വരത്തില്ല, ഫണ്ട് എത്തിച്ചു തരാം, വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പം അതിൽ അവിടെ ഒരു വിഷയമുണ്ട്, അത് പറയാം. അപ്പം അത് എഡിറ്റർ സത്തറാണ്, സത്തർ സ്പോട്ടിലുണ്ട്. അപ്പം ഇവർ ക്യാമറ മണികണ്ഠന്, ഇപ്പം എല്ലാവരും ഞാനുമായിട്ട് എപ്പോഴും കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. എല്ലാവരും പറയുന്നത് ഒരേ വൈബാണെന്നുള്ളതാണ്. അപ്പം ഇതിനകത്ത് ഞാൻ എൻ്റെ ആവശ്യമായിട്ട് കണ്ണൂർ ഇരുന്നു. കണ്ണൂർ ചെന്നിട്ട് ഞാൻ ലൊക്കേഷനിൽ ചെന്നിട്ട് അപ്പം ഇവർ ഇങ്ങനെ എല്ലാവരും ഉണ്ട്. ജിബി ഒന്നും എന്നെ കണ്ടിട്ടില്ല, ഞാൻ പറയാൻ വന്നതിന്റെ ആ ഒരു സസ്പെൻസ് പോയി. എന്നിട്ട് ഞാൻ അവിടെ ചെന്നപ്പോ രാവിലെ ഞാനിത് പതുപോലെ മൃദംഗശൈലേശ്വരി പോയി തൊഴുതു. വിവേകിന്റെ വീട്ടിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ട് ലൊക്കേഷനിൽ ചെന്നു. അപ്പൊ ഞാനീ ചെല്ലുമ്പം ഒരു കാവി കൈലി ഒക്കെ എടുത്ത്, അന്ന് ആ പള്ളിയിൽ പണി നടക്കുക, പെയിന്റിങ്ങിന്റെ പണി നടക്കുക. അപ്പൊ അത് നമ്മൾ സാധാരണ സെറ്റ് ഇട്ടാല് നമ്മൾ ആ ജൂനിയർ ആർട്ടിസ്റ്റുകളൊക്കെ വെക്കണം. അപ്പൊ അതൊന്നും വേണ്ട, ഇത് അവിടെ പണിക്കാർ ഓൾറെഡി ഉണ്ട്, പള്ളിയുടെ പണി നടക്കുന്നു, പെയിന്റിങ് നടക്കുന്നു. അപ്പൊ ഞാനും ഈ പറയുന്നത് ഇവരത് കഴുകുന്ന ആ ഒരു സീനാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. അപ്പം ഞാനവിടെ കയറി ചെല്ലുന്നു, പണിക്കാരൊക്കെ നിൽക്കുന്നു, ഒരു കാവി കൈലിയും ഒരു ഷർട്ടും ആണ് ഞാൻ ഇട്ടിരുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം രാകേഷ് ചേട്ടൻ ഞങ്ങൾ തമ്മിൽ കണ്ട് സംസാരിച്ചു. അപ്പം ജിബി അവിടെ ഉണ്ട്. അത് കഴിഞ്ഞ് രാജേഷ് കെ രാമൻ അപ്പം എന്നോട് പറഞ്ഞു, ഒരു വേഷം എന്തായാലും നിങ്ങൾ വന്നതല്ലേ, ഒരു വേഷം ചെയ്യാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നെണ്ണ ഞാൻ അഭിനയിക്കുന്നില്ല. അല്ല ചെയ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് പള്ളിയിൽ അച്ഛനായിട്ട് അങ്ങ് ചെയ്തോളാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ഒരു പെട്ടെന്ന് നമ്മുടെ കോസ്റ്റ്യൂമിൽ ചേട്ടൻ പോയി പാനും ഷർട്ടും വാങ്ങിച്ചുകൊണ്ട് ഒരു കൊന്തയൊക്കെ തന്നിട്ട് ഞാൻ കയറി വന്നു. അല്ല അത് പറയട്ടെ. കയറി വന്നിട്ട് ഞാൻ അവിടെ ഇരുന്നു. അവിടെ ആദ്യം ഈ ടേക്ക് എടുക്കുമ്പം ഫസ്റ്റ് വന്നു ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്കിനും എന്നോട് പറഞ്ഞു, ഒന്നുകൂടെ നമുക്ക് ടേക്ക് എടുക്കാം. ഞാൻ പറഞ്ഞു, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? കുഴപ്പമൊന്നുമില്ല, ഗംഭീരമായിട്ടുണ്ട്, പക്ഷെ നമുക്ക് സേഫ്റ്റിക്ക് ഒന്നുകൂടെ എടുത്ത് വെക്കാം. അപ്പൊ ഞാൻ അപ്പൊ ഗംഭീരമായിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ, ഞാൻ കുറച്ചുകൂടെ മൂവ്മെന്റ്സ് ഒക്കെ കൊടുത്ത് ഒന്നുകൂടെ ഇമ്പ്രൂവ് ചെയ്തു. ആണോ, അത് അടിപൊളി സാധനമാണ് നിങ്ങൾ ചെയ്ത് കേട്ടോ, നമുക്ക് വേറെ ഒരെണ്ണം എടുക്കാതെ 4 ടേക്ക് എടുത്തു. അങ്ങനെ
അപ്പം 4 ടേക്ക് എടുത്തു കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു ഇത് മതി, ഇനി വരാൻ പറഞ്ഞു. കൂടുതൽ വരൂല. ഇത് കൂടുതൽ കാര്യമില്ല. ഞാൻ വന്നിട്ട് അവിടെ ഡയറക്ടറുടെ ഇപ്പുറത്ത് ഒരു കസേര എടുത്തിട്ട് ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഡയറക്ടർ അടുത്ത ക്യാമറ വെക്കാനായിട്ട് പോയപ്പം ജിബി വന്നിട്ട് പറഞ്ഞു, ചേട്ടൻ ഏതാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, മോളെ ഞാൻ ഇതിനകത്ത് അച്ഛനായിട്ട് അഭിനയിക്കുന്ന ഇത് ഡയറക്ടർ ഇരിക്കുന്ന സ്ഥലം ഇവിടെ ഇരിക്കരുത്. എന്നെ എന്നിട്ട് പ്രൊഡക്ഷനിൽ കുറച്ച് അപ്പൊ അവിടെ ഒരു കസേര കൊണ്ട് തന്നിട്ട് അവിടെ ഇരുന്നു. എന്നിട്ട് അവിടെ ഒരു ചേട്ടനോട്, ചേട്ടാ ഈ ചേട്ടനുള്ള വെള്ളം കൊടുത്തേക്കാം. അതൊക്കെ ചുമ്മാ കള്ളം പറയരുത്. എന്നിട്ട് അപ്പം രാകേഷ് ചേട്ടൻ വന്നപ്പോ ഞാൻ അവിടെ ഇല്ല. അപ്പൊ നിങ്ങളെന്താ അവിടെ പോയിരിക്കുന്നത്? ഞാൻ പറഞ്ഞ നായിക എന്നോട് ഇവിടെ ഇരിക്കും. ഇത് മറ്റേ പുലിവാൽ കല്യാണത്തിനാണ്. വന്നിട്ട് മാറ്റിയിരുത്. അന്നേരവും ജിബിയൊക്കെ അറിയത്തില്ല ഞാൻ ഈ പടമായിട്ടുള്ള ബന്ധം എന്താണെന്നുള്ളത്. പിന്നെ എനിക്കറിയത്തില്ല. എപ്പോഴാണ് തിരിച്ചറിയുന്നത് ഇതാണ് പ്രൊഡ്യൂസർ? രാകേഷ് എന്റെ ഡയറക്ടറിന്റെ അടുത്ത് പറഞ്ഞു, ജിബി ഇതാ നമ്മുടെ പ്രൊഡ്യൂസറാണ്. അല്ല, എന്നെ വീണ്ടും മാറ്റി അവിടെയുള്ള വേറെ ആർക്കും അങ്ങനെ അറിയത്തില്ല. ഇവർക്കൊക്കെ അറിയാം. ഇതൊക്കെ വരണം അല്ലേ, ലൊക്കേഷനൊക്കെ വരണം. ഞാൻ വന്നാൽ എന്താ വിഷയം എന്ന് വെച്ചാൽ, ഒറ്റ ദിവസം ഞാൻ പോയത് ഫസ്റ്റ് ദിവസം ഇതിന്റെ ഒരു സാധനം ഷൂട്ട് ചെയ്യാനായിട്ട് നിൽക്കുകയാണ്. ഞങ്ങൾ ഷൂട്ടിംഗ് ഒന്നുമല്ല, ജസ്റ്റ് ഒരു റിഹേഴ്സൽ. കാരണം ഞാനപ്പം രാകേഷേട്ട എന്തായാലും നിതീഷിനെ നമ്മൾ നായകനാക്കാൻ തീരുമാനിച്ചു. അപ്പം നിതീഷ് ഓൾറെഡി അസോസിയേറ്റ് ആണ്, അപ്പം നിങ്ങൾ ക്യാമറമാനാണ്, അപ്പം നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത്, അപ്പോൾ ഒരു സീൻ നമുക്കൊന്ന് ഷൂട്ട് ചെയ്യാം എന്ന് പറഞ്ഞ നിതീഷിനെ കൊണ്ട് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മൊത്തവും രാകേഷ് ചേട്ടൻ എന്തു പറയുന്നു അതിൻ്റെ ഓപ്പോസിറ്റാണ് നിതീഷ് പറയുന്നത്. കാരണം നിതീഷിന്റെ വിചാരം നിതീഷ് നായകനാണ്, നിതീഷ് കുറെ അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം അടുത്ത സീൻ എന്താണ്, രാകേഷ് ചേട്ടൻ പറയുന്നത്, നിതീഷ് നീ അങ്ങോട്ട് നോക്കി നിൽക്കുകയാണ്. അപ്പം അവിടെ ഒരു ഇതുണ്ട്, അതിൽ നോക്കി നിൽക്കുകയാണ്, അതാണ് നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോകുന്നത്. നിതീഷ് ഇത് പറയുമ്പോൾ ഫസ്റ്റ് ഡേ നിതീഷ് ഇത് പറഞ്ഞിട്ട് തിരിഞ്ഞിഞ്ഞ് വരിക. അപ്പൊ രാകേഷ് നീ എന്തിനാ തിരിഞ്ഞ്, അടുത്ത ടേക്ക് വരുമ്പോൾ ഞാൻ അങ്ങോട്ടല്ലേ പോണ്ടേ, ഞാൻ അതിനെ ഇപ്പൊ ക്യൂ ഇട്ട് വെക്കുക. ഇത് ഒരു ദിവസം മൊത്തം കണ്ടോണ്ടാണ് ഞാൻ ലൊക്കേഷനിൽ പോകാഞ്ഞത്. കാരണം ഇവിടെ പോയി ഇവര് തമ്മിലുള്ള തല്ല് കാണണ്ടായല്ലോ എന്ന് ഓർത്താ അത് ഭയങ്കരമായിട്ട് പ്രശ്നമായി കേട്ടോ. പക്ഷെ സിനിമയ്ക്ക് അത് ഗുണം ചെയ്തു, സിനിമയ്ക്ക് നന്നായി ഗുണം ചെയ്തത്. എങ്ങനെ ഉണ്ടായിരുന്നു? അതായത് അസോസിയേറ്റ് ഡയറക്ടറിൽ നിന്ന് ആക്ടർ ആയി കഴിഞ്ഞപ്പോഴത്തേനും ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ഷോട്ട് വെക്കുക, അവിടെ അങ്ങനെയൊക്കെ നല്ലതായിരിക്കും, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നോ? ഇല്ല, ഞാൻ ഇവരുടെ ഷോട്ടുകൾ കാര്യങ്ങളിലൊന്നും ഇടപെട്ടിട്ടില്ല. എനിക്ക് ചില സാധനങ്ങൾ വർക്കൗട്ട് ആവില്ല എന്ന് കാര്യം നമുക്ക് അത് പറയണം. ഏറ്റവും കൂടുതൽ ഇതെല്ലാം പ്രേക്ഷകൻ കണ്ട് അല്ലെങ്കിൽ ഒരാൾ കണ്ട് നല്ലത് എന്ന് പറയുമ്പോഴാണ് ആ സിനിമയിലെ സംവിധായകനും അതിൽ അഭിനയിച്ചിരിക്കുന്ന ആളും മൊത്തം നമുക്ക് പുറത്തുപോയി പറയാനും എല്ലാം ഗുണം കിട്ടുന്നത് അങ്ങനെയാണ്. അപ്പോൾ അതിന്റെ ടോട്ടാലിറ്റിക്ക് വേണ്ടി നമ്മൾ എല്ലാവരും പറയണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഒരാളുടെ മാത്രം സാധനമല്ല സിനിമ എന്ന് പറയുന്നത്, അതിന്റെ എല്ലാവരുടെയും സെഷൻ. ഇത് എല്ലാവർക്കും ഒരു സിനിമ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സിനിമയാകണമെന്നില്ല, എനിക്ക് ഇഷ്ടപ്പെടും. നിങ്ങൾ ഭയങ്കരമായിട്ട് ചിരിച്ച് ആസ്വദിച്ച സിനിമ ആയിരിക്കും, ചിലപ്പോൾ എനിക്കത് ഇഷ്ടപ്പെടണമെന്നില്ല. എല്ലാവരും ടേസ്റ്റ് വ്യത്യാസമായിരിക്കും. നമ്മളുടെ തണുപ്പല്ല, നമ്മളിപ്പം നിതീഷും ഞങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും പല ഇമോഷൻസും നിതീഷിന്റെ സജഷൻസ്. ഇപ്പം ജിബിയെ സംബന്ധിച്ച് ജിബിയ പറഞ്ഞു, ജിബിയുടെ മെയിൻ പ്രൊഫഷൻ ജിബിയ പറഞ്ഞിട്ടില്ല, മോഡലിംഗ് അല്ല, ജിബിയ ഫിറ്റ്നസ് ട്രെയിനർ. ഞാൻ ഒരു ഫിറ്റ്നസ് ട്രെയിനറായിട്ട് വർക്ക് ചെയ്യാണ്. പനമ്പള്ളി ഒരു സെന്റർ സ്റ്റാർട്ട് ചെയ്തിട്ട് ബിസിനസ് ഒക്കെ ആയിട്ട് നിൽക്കുകയാണ്. അതുകൊണ്ട് ഇതിനകത്ത് അഡ്വഞ്ചർ ആയിട്ടുള്ള ഷോട്ടുകളൊക്കെ വളരെ നിസ്സാരമായിട്ട് 3 ദിവസം നിതീഷ് ആശുപത്രിയിലായിരുന്നു ഷൂട്ട് കഴിഞ്ഞു. ഇത് മൊത്തത്തിൽ ഫൈനല് നമ്മുടെ ക്ലൈമാക്സ് അങ്ങനെ ഒരു സീനാ. അപ്പം ജിബിയെ നിതീഷും കൂടെ. അപ്പൊ അത് കഴിഞ്ഞപ്പോ 3 ദിവസം അത് പിന്നെ പാക്കപ്പ് ഹോസ്പിറ്റലാക്കി. അല്ല, നമ്മള് ഇതിനകത്തുണ്ടല്ലോ നമ്മളിപ്പോ തണുപ്പ് ഇതിനു മുമ്പ് ഒരു ഇന്റർവ്യൂ നമ്മൾ ചെയ്തിരുന്നു. അപ്പൊ എനിക്ക് സത്യം പറഞ്ഞ ഇന്റർവ്യൂവിന് ഇന്നലെയൊക്കെ കോളേജുകളിലൊക്കെ പോയിരുന്നു. അപ്പം ഇത് ഇത്രയൊക്കെ നമ്മൾ പറയുമ്പോഴും പടം കാണണമെന്ന് തോന്നിയിട്ട് ഇന്നലെ രാത്രി നമ്മൾ പിരിഞ്ഞതിന് ശേഷം ഞാൻ ഡയറക്ടറോട് പറഞ്ഞു, എനിക്കൊന്നുകൂടെ മൂവി ഒന്ന് കണ്ടാൽ കൊള്ളാമെന്നുണ്ട്. ഒരാഴ്ചയായിട്ട് എന്താ നിങ്ങൾക്ക് ഇപ്പം അങ്ങനെ തോന്നല്? ഞാൻ പറഞ്ഞു, നല്ല ഒരാഴ്ചയായിട്ട് എനിക്കൊന്നുകൂടെ ഒന്ന് കാണണം. കാരണം ഞാൻ വേറെ ഒന്നും കൊണ്ടല്ല, ഞാൻ 1-2 അടുത്ത് ജിബിയ പറഞ്ഞു 25ാമതാണ് ഞാൻ കഥ കേൾക്കുന്നത്. സത്യമാണ്, ശരിയാണ്. ഞാനത് ജിബിയെ ചുമ്മാ തമാശ പോലെ ഇതുപോലെ കളിയാക്കിയെങ്കിലും എനിക്കത് കണ്ടു കഴിഞ്ഞപ്പം, പടം ഒന്നുകൂടെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കതൊരു സങ്കടം തോന്നി. ഞാൻ അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ വളരെ സീരിയസ് ആയിട്ട് ഞാൻ പറയാം. കാരണം വേറെ ഒന്നും ഉണ്ടല്ലോ നമ്മളെ, കാരണം അതിനകത്ത് ഇവരെടുത്തിരിക്കുന്ന ഒരു എഫേർട്ട് ഉണ്ട്. ജിബി ആണെങ്കിലും നിതീഷ് ആണെങ്കിലും. നിതീഷിനെ നമ്മൾ ഒരുപാട് കളിയാക്കുമായിരുന്നു. കാരണം ആ കളിയാക്കുന്നതൊക്കെ ഞങ്ങളുടെ കൂട്ടുകാർ, നമ്മുടെ അനിയൻ എന്നുള്ളൊരു ഒരു ഞങ്ങളുടെ കൂടെ ഒരാളാണല്ലോ, ഞങ്ങളുടേതാണല്ലോ എന്നൊരു സ്വാതന്ത്ര്യത്തിലാണ്. പക്ഷെ ഈ ക്യാരക്ടർ വെച്ച് കളിയാക്കരുതെന്ന് എനിക്ക് ഇന്നലെ തോന്നി. കാരണം ഇന്നലെ വളരെ, കാരണം ഞാനും രാകേഷ് ഏട്ടനും എഡിറ്റർ സത്തറും ഷാനും ഞങ്ങൾ 4 പേരും ഇട്ടിരുന്ന കണ്ട്. അപ്പം അത് കണ്ടു കഴിഞ്ഞപ്പം
ഇവരുടെ ആ ഒരു എനിക്ക് brilliance. കാരണം ആ പടത്തിനകത്ത് രാകേഷ് ഏട്ടൻ കഥ പറഞ്ഞപ്പോൾ ഉണ്ടായ ഒരു ഇമോഷൻ ഇത് എഡിറ്റ് ചെയ്യുമ്പോഴൊന്നും ഞാൻ ഈ പടം കാണാൻ നിന്നിട്ടില്ല. അത് ഫൈനൽ ആയതിനു ശേഷവും ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ എനിക്ക് പടം അറിയാം. പക്ഷെ ഇവരുടെ ചില പെർഫോമൻസ് എനിക്ക് ഇന്നലെ കണ്ടപ്പോൾ ഞാൻ ഞെട്ടിച്ചു. അങ്ങനെ പറഞ്ഞല്ലോ ഇങ്ങനെ പറഞ്ഞല്ലോ എന്ന് എനിക്കൊരു സങ്കടം തോന്നി. അതിന് വേറെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞങ്ങളുടെ ചുറ്റുപാടുകളിലുള്ള പല ആളുകളും ഈ സിനിമയിലെ കണ്ടന്റ് അനുഭവിക്കുന്ന ആളുണ്ട്. അതെ. നമുക്ക് ചുറ്റുപാടുള്ള പല ആളുകളും Relate ചെയ്യാൻ റിലേറ്റ് ചെയ്യാൻ relate പറ്റുന്ന ചെയ്യാൻ ആളുകളുണ്ട്. Okay. അത് ഈ സിനിമ കഴിഞ്ഞതിന് ശേഷം കൂടുതലായിട്ട് നമ്മൾ പലരെയും കണ്ടുകൊണ്ടിരിക്കുകയാണ്. മോളുടെ പേരെന്താ? ആതിര. ആ ക്യാരക്ടർ ഇല്ല. ആ ഒരുവിധപ്പെട്ട ക്യാരക്ടർ എല്ലാ പേരുകളും ഈ സിനിമയ്ക്കകത്തുണ്ടോ? ബാക്കി എല്ലാവരും ഉണ്ടാക്കിയ അതങ്ങനെ ഞങ്ങൾ പലരെയും കണ്ടിട്ടുണ്ട്. ആ. ഈ ഒരു കണ്ടന്റ് കിട്ടിയപ്പോൾ ഞങ്ങൾ അതിന്റെ അകത്ത് എത്രത്തോളം സത്യസന്ധമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതിനെ കുറിച്ച് ഞങ്ങൾ പഠിച്ചിട്ടുണ്ട്. കണ്ടന്റ് എന്താന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങളുടെയൊക്കെ ക്യാരക്ടർ നെയിം? എന്റെ പ്രതീക്ഷ എന്നാണ് പ്രതീക്ഷ. സിനിമ. ട്രീസ. ട്രീസയും. ഓക്കെ ഓക്കെ. ഞാൻ പള്ളിയിലച്ഛൻ. അത് പേരില്ല പേരില്ല പേരില്ലാത്ത നാല് പള്ളി- ടേക്കേഴ്സ് അതെ, പള്ളിയിലച്ഛനാണ് ഞാൻ. ആ പള്ളിയുടെ പേരെന്താ? ആ പള്ളി ഏതായിരുന്നു? പള്ളിക്കാര് സിനിമ അതുകൊണ്ട് റിവീൽ ചെയ്യുന്നില്ല. പള്ളിയിലച്ഛന്റെ പള്ളി റിവീൽ റിവീൽ ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. അതുപോലെ തണുപ്പിനകത്ത് ഒരുപാട് നല്ല പാട്ടുകൾ. എത്ര പാട്ടുകളുണ്ട് ഈ ഒരു സിനിമയില്? 3 പാട്ടുകൾ. ഇവർക്ക് അറിയാവുന്ന എത്ര പാട്ടുകളുണ്ട്? 3 സോങ് 3 സോങ്. 3 എനിക്കറിയാം, നിങ്ങൾക്ക് അറിയാവുന്ന ചോദിക്കും. നിങ്ങൾക്ക് അറിയാവുന്ന ടെസ്റ്റ് ചെയ്തതാണ്. അപ്പൊ പാട്ടുകൾ എങ്ങനെയാണ് ഈ ഒരു സിനിമയിലെ ഇമ്പാക്ട് കൊണ്ടുവരുന്നത്? സിനിമയ്ക്ക് ഭയങ്കര ഇമ്പാക്ട് വരും. നമ്മള് ടോട്ടലി സിനിമ കാണുമ്പോൾ യൂട്യൂബിൽ റിലീസ് ആയിട്ട് കണ്ടായിരുന്നോ? ആ ട്രെയിലർ കണ്ടിരുന്നു, സോങ് കണ്ടിരുന്നു, എല്ലാം കണ്ടിരുന്നു. ഇഷ്ടമാണ്. ഇഷ്ടായി. നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ ആ സോങ് ഇതിനേക്കാൾ കുറച്ചുകൂടി അതെ, നന്നായിരിക്കും. എനിക്ക് തോന്നണേ സിനിമ റിലീസ് ആയി കഴിയുമ്പോൾ സോങ് കുറച്ചുകൂടെ കാരണം ആ Feel, ഇമോഷൻ ആ ഒരു feeling, കണക്ട് ചെയ്യാൻ ആ പറ്റുന്നത് അവസ്ഥയും സിനിമ കാര്യങ്ങളും റിലീസ് ചെയ്തതിന് relate ചെയ്യാൻ ശേഷമായിരിക്കും. ആ പക്ഷെ പാട്ട് visual ഭയങ്കര അടിപൊളിയാണ്. രസമല്ലേ? ഭയങ്കര സിനിമയിലും കൂടി വരുമ്പോൾ ഇതിനേക്കാൾ എത്രയും ഭയങ്കര മുകളിലായിരിക്കും. ഭയങ്കര ഇമോഷനാ ബിജുപാൽ സാറിന്റെ ഒരു ബിജുപാൽ. അത് തന്നെ ചിന്തിച്ചാൽ മതി. ബിജുപാലേട്ടനെ പോലെ ഒരാള് അദ്ദേഹം പാടാൻ തയ്യാറായിട്ട് വരികയാണ്. അദ്ദേഹത്തിന്റെ ശിഷ്യൻ ബിബിനാണ് മ്യൂസിക് ചെയ്യുന്നത്. ബിജുപാലേട്ടനെ പോലെ ഒരാള് നമുക്ക് ഈ പാട്ട് ഞാൻ പാടിക്കൊള്ളാം എന്ന് അദ്ദേഹം പറയുമ്പോൾ അദ്ദേഹം കുറച്ച് കഥ കേട്ടിട്ടാണ്, രാകേഷ് ചേട്ടൻ കഥ പറഞ്ഞതിന് ശേഷമാണ് ബിജുപാലേട്ടൻ പാടാൻ തയ്യാറാകുന്നത്. അദ്ദേഹത്തെ പോലെ ഒരാൾ പാടാൻ തയ്യാറായി വരുന്നു. അപ്പോൾ ഈ പടത്തിൻ്റെ ഗൗരവം എന്താണെന്നൊന്ന് മനസ്സിലാക്കണം. അതുപോലെ ഞങ്ങളിത് സത്യം പറഞ്ഞാൽ നമ്മൾ തിയേറ്റർ റിലീസ് ഞങ്ങൾക്ക് ഭയമായിരുന്നു ആദ്യം. സിനിമാ മേഖലയിൽ ഞങ്ങൾ ഗുരുസ്ഥാനീയരായിട്ട് കാണുന്ന സിനിമയിൽ തന്നെ ഇന്നുള്ള ചില സീനിയേഴ്സായിട്ടുള്ള ആൾക്കാരുണ്ട്. നിതീഷ് പലരുടെയും അസോസിയേറ്റായിട്ടും അസിസ്റ്റൻറ്റും ഒക്കെ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരുടെ ആ ഡയറക്ടർമാർ 1-2 പേരുണ്ടായിരുന്നു. പിന്നെ രാകേഷ് നാരായണൻ്റെ സുഹൃത്തുക്കൾ, വിവേകിൻ്റെ സുഹൃത്തുക്കൾ, എൻ്റെ അങ്ങനെ ഞങ്ങളൊരു ചെറിയ ഒരു 10 പേരെ ഈ പടം ഞാനില്ലായിരുന്നു അന്ന് അവർ പടം കാണിച്ചു. പടം കാണിച്ചു കഴിഞ്ഞപ്പം ഈ പറയുന്ന അവരുടെ തീരുമാനമാണ് ഇത് റിലീസ് ചെയ്യണമെന്ന്. ഈ സിനിമ ഈ സമൂഹത്തിൽ ഇന്ന് പറയേണ്ട സിനിമയാണ്, ഇത് തിയേറ്റർ റിലീസ് ചെയ്യണം എന്നുള്ളത് അവരുടെ തീരുമാനമാണ് ഞങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ഇൻസ്പിറേഷൻ കേട്ടോ. ഓക്കെ, എന്തായാലും തണുപ്പിന് വേണ്ടി ഞങ്ങൾ വെയിറ്റിംഗ് ആണ്. ഒക്ടോബർ 4-നാണ് തണുപ്പ് പ്രേക്ഷകരിലേക്ക് മറ്റന്നാൾ. വരുന്നത്. അപ്പൊ എത്രത്തോളം ടെൻസ്ഡ് ആണ് നിങ്ങൾ രണ്ടുപേരും? കാരണം ഫസ്റ്റ് ഫിലിം ഒരുപാട് ഇമോഷൻസ് ഒക്കെ ഉള്ളൊരു, ഇപ്പം ആ പ്രൊഡ്യൂസർ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ ബ്രില്യൻറ്റ് പെർഫോമൻസ് ഒക്കെ നിങ്ങൾ ചെയ്ത് വെച്ചിരിക്കുകയാണ്, ഞങ്ങളിലേക്ക് എത്താൻ പോവുകയാണ്. അപ്പൊ എങ്ങനെയാണ്, എത്രത്തോളം ടെൻഷൻ ഉണ്ട്? ടെൻഷൻ്റെ ഉപരി നല്ല പ്രതീക്ഷയാണ് ഇതിലുള്ളത്. നല്ലൊരു സിനിമയാണ് നമ്മൾ തിയേറ്ററിലേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ നല്ല പ്രതീക്ഷയുണ്ട്. പക്ഷെ ഒരുപാട് സിനിമകളും ഇപ്പോൾ ഉണ്ട്. നല്ല പ്രതീക്ഷയുണ്ട്. സിനിമ കണ്ട ഒരാളും മോശം പറയില്ല എന്നുള്ള വിശ്വാസം ഞങ്ങൾക്കുണ്ട്. അതെ, അത് തന്നെയാണ്. ടെൻഷൻ ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു ടെൻഷനൊക്കെ ഉണ്ട്. ആദ്യമായിട്ട് ഹീറോയിനായിട്ടൊക്കെ വരുന്നൊരു പടമാണ്, അപ്പോൾ അതിൻ്റെതായ ടെൻഷനുണ്ട്. പക്ഷെ പടം ഇപ്പം നിതീഷ് പറഞ്ഞ പോലെ അത്രയും ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഞങ്ങൾക്ക് അതിൽ ഞങ്ങളുടെ ക്രൂ നല്ല ആത്മവിശ്വാസത്തിലാണ്. പടം കണ്ടു കഴിഞ്ഞാൽ ആരും മോശം പറയില്ല, അയ്യോ ഇത് വേണ്ടായിരുന്നു, അങ്ങനെ ആരും പറയില്ല. കാരണം എവിടെയെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ ആർക്കെങ്കിലും കണക്റ്റ് ആവും, അത് 100% ഉറപ്പാണ്. ആ 2 ക്യാരക്ടേഴ്സിനെ നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ ഫാമിലിയിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലോ എപ്പോഴെങ്കിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ചിലപ്പം നിങ്ങൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻസുകൾ ഫേസ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ എന്തായാലും കണ്ണൂരിലെ ആൾക്കാർ മാത്രമല്ല, ഞങ്ങൾ എല്ലാവരും തണുപ്പ് കാണാൻ വെയിറ്റിംഗ് ആണ്. ഒക്ടോബർ 4-ാം തീയതി തിയേറ്ററിൽ തന്നെ. ഒരു കാര്യം പറഞ്ഞിട്ട് അതിനിടയ്ക്ക് ടെൻസ്ഡ് ആണോ എന്ന് ചോദിച്ചു. ഞാൻ ടെൻസ്ഡ് അല്ല കേട്ടോ, ഞാൻ ടെൻസ്ഡ് ആയിരുന്നു, നല്ല പോലെ ആയിരുന്നു. പക്ഷെ ഇപ്പം ഞാൻ ഹാപ്പിയാണ്. ഹാപ്പി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പ്രൊഡക്ട്സ് ആണ് ഇവർ രണ്ടുപേരും. കാരണം ഞാനത് തീർത്ത് പറയും. കാരണം ഇന്നലെ പടം കണ്ടാൽ ശരിക്കും ഞാൻ പറഞ്ഞല്ലോ, ഈ തണുപ്പ് എന്ന് പറയുന്ന സിനിമയുടെ പ്രൊഡക്റ്റാണ് നിതീഷും ജിബിയും. നമ്മളൊരു തിയേറ്ററിലോട്ട് കയറുമ്പം കുറേ പോസ്റ്ററുകൾ കാണും. ചിലപ്പോൾ ലാലേട്ടൻ്റെ സിനിമ കാണും. അതിനകത്ത് 10ാമതായിരിക്കാം ഒരുപക്ഷെ ഈ പുതുമുഖങ്ങളുടെ സിനിമ. ഒരു ബ്രഹ്മാണ്ഡ സിനിമയൊന്നുമല്ല,
വലിയ താരമൂല്യമുള്ള സിനിമയല്ല. പക്ഷേ ഈ സിനിമ നമ്മുടെ ഹൃദയത്തെ തട്ടും, ഹൃദയത്തെ നോവിക്കും. അതായത് കണ്ടിറങ്ങുമ്പം കണ്ണ് നിറഞ്ഞു നമ്മൾ അങ്ങനെ കരയുമോ എന്നുള്ളതല്ല, ദൈവമേ ഒരു വിങ്ങലുണ്ടാവും. ഒരു ഇതിന്റെ വിങ്ങലുണ്ടാവും. അതിന് പ്രധാന കാരണം ഇത് ഒരു അവാർഡ് കാരണം സിനിമയല്ല, ആ. പക്ഷെ ഇതിന്റെ കണ്ടന്റ് അവാർഡ് കണ്ടന്റ് 17 അവാർഡ് കിട്ടിയിട്ടുണ്ട്. 17 അവാർഡോളം നമുക്ക് അവാർഡുകൾ ബെസ്റ്റ് ഇന്ത്യൻ സിനിമയായിട്ടോളം കിട്ടിയിട്ടുണ്ട്. ദാദാസാഹിബ് ദാദാസാഹിബ് ഫാൽക്കെ ഞങ്ങള് ബെസ്റ്റ് അവാർഡിനായിട്ട് ചെയ്തതല്ല, ഇതൊരു കൊമേഴ്ഷ്യൽ കൊമേഴ്ഷ്യൽ മൂവി തന്നെയാണ് ഞങ്ങൾ അവാർഡിന് content 17ഓളം അവാർഡ് ഇതിനകം കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ സെൻസർ ചെയ്യുന്നതേ നമ്മൾ സെൻസറിന് കൊടുത്തു. നമ്മളിപ്പം OTT ആണെങ്കിൽ നമ്മൾ സെൻസർ ചെയ്യാന്ന് സെൻസറിന് കൊടുത്ത് നമുക്ക് സെൻസർ ചെയ്ത് കിട്ടുന്നത് ഡിസംബർ 30 അപ്പം ഈ സെൻസർ ചെയ്ത് കിട്ടുമ്പോൾ നമ്മൾ അവിടെ ചെല്ലണമല്ലോ, എന്തെങ്കിലും ഒരു കംപ്ലയിൻറ്റ്സ് പറയുന്നത്. അപ്പോൾ സെൻസർ ബോർഡുകാർ കംപ്ലയിൻ്റ് ആയിട്ടൊന്നും ഇതിനകത്തൊന്നും പറയാനില്ല, പടം നല്ല പടമാണ്, നിങ്ങൾ എന്താണ് ധൃതി വെച്ച് സെൻസർ? ഞങ്ങളൊന്നുമില്ല, ഞങ്ങൾ കൊടുത്തു, കിട്ടുമ്പോൾ കിട്ടട്ടെ. പക്ഷെ സർട്ടിഫിക്കറ്റ് കിട്ടുമ്പോൾ 30 അപ്പോഴാണ് അവാർഡിന് വല്ലതും അയക്കുന്നുണ്ടോ? ഞങ്ങൾ പറഞ്ഞില്ല, അങ്ങനൊന്നും ഞങ്ങൾ ചിന്തിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ വന്നപ്പോഴാണ് ഞാൻ ഈ പറഞ്ഞില്ല, ഞങ്ങൾ കുറച്ച് പേരെ കാണിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ അവാർഡിന് അയക്കുന്ന വിഷയം പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ അവാർഡിന് അയച്ചു. 17ഓളം അവാർഡുകൾ. അതായത് ദാദാസാഹിബ് മിക്കതും ഫാൽക്കെ ബെസ്റ്റ് ഇന്ത്യൻ ഫിലിം ഇന്ത്യൻ ഫിലിം എന്നുള്ള കാറ്റഗറിയിലായിരുന്നു. ഇൻഡോ ഫ്രഞ്ച് കുറെ ആദ്യമൊക്കെ അവാർഡ് കിട്ടുമ്പോൾ നമുക്ക് ഭയങ്കര ഇതായിരുന്നു. ഞങ്ങൾ ഈ പറയുന്ന പോലെ ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും ഒക്കെ ഇട്ടങ്ങ് തകർക്കുമായിരുന്നു. അവാർഡിന്റെ വില തന്നെ പോയി. ഓരോ ദിവസം എല്ലാ ദിവസവും 10 അവാർഡൊക്കെ ആയി കഴിഞ്ഞപ്പം പിന്നെ എനിക്കിതൊരു ശീലമായി. ആദ്യമൊക്കെ ഗ്രൂപ്പിൽ ഒരു അവാർഡിന്റെ ഇത് വന്നു കഴിഞ്ഞാലേ അടിപൊളി എന്നൊക്കെ പറയും. ഒരു 4-5 കഴിയുമ്പോൾ ഒരാള് ഹായ് ഇട്ട് കഴിഞ്ഞാൽ രാകേഷ് ആണോ അനുവാണ് ഹായിട്ടല്ലേ പുതിയ അവാർഡ് വന്നിട്ടുണ്ടാവും അല്ലേ? നമ്മള് അങ്ങനെ എൻജോയ് ചെയ്തു. പക്ഷെ എനിക്ക് ഞാൻ ഈ പറഞ്ഞാൽ ഇവർക്ക് രണ്ടുപേർക്കും ടെൻഷൻ വേണ്ട, ഞാൻ 100% പറയണം. ഇവർക്ക് രണ്ടുപേർക്കും ടെൻഷൻ വേണ്ട. ടെൻഷൻ ഇത്രയും അവാർഡുകളൊക്കെ വാരിക്കൂട്ടിയ ഫിലിം എന്താണെങ്കിലും എനിക്ക് തോന്നുന്നു പ്രേക്ഷകർക്കിടയിൽ ഏതെങ്കിലും രീതിയിലൊക്കെ റിലേറ്റ് ചെയ്യാനും ഒരു ചർച്ചാ വിഷയമാവാനും സാധ്യതയുണ്ട്. ഞങ്ങളുടെ റിക്വസ്റ്റ് നിങ്ങൾ പ്രേക്ഷകരോട് പറയുക, ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അതെന്താണെങ്കിലും നിങ്ങൾ എല്ലാവരും തന്നെ October 4 തണുപ്പ് എന്ന സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണുക. കാരണം ഈ ഒരു ഇമോഷൻ തിയേറ്ററിൽ ഇരുന്ന് തന്നെ എനിക്ക് തോന്നുന്നു പല മിക്സഡ് ഇമോഷൻസ്, ഇവരുടെ രണ്ടുപേരും ബ്രില്യൻറ്റ് പെർഫോമൻസും പിന്നെ മിക്സഡ് ഇമോഷൻസും തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ്. സോ October 4 തണുപ്പുമായി ഞങ്ങൾ എത്തുന്നതാണ്. താങ്ക് യു.